മന്ത്രി എത്തിയിരിക്കുന്നു. ഒപ്പം മന്ത്രി കെ.എൻ. ബാലഗോപാലും കൂടെയുണ്ട്. രണ്ട് മന്ത്രിമാരും ഇപ്പോൾ തേവലക്കര സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. മന്ത്രിമാർ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പ്രതിഷേധമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നമ്മൾ കണ്ടത്. മിഥുൻ മരണപ്പെട്ട തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ.എൻ. ബാലഗോപാലും എത്തിയിരിക്കുന്നു. അനാസ്ഥയുടെ ബലിയാടായി ഒരു കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ അതിൽ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. ആ കുടുംബത്തിന് എന്ത് സഹായം ഇനി സർക്കാർ നൽകുമെന്നതടക്കം കുടുംബത്തെയും മന്ത്രിമാർ സന്ദർശിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മന്ത്രി കെ.എൻ. ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. ഇതേ സ്കൂളിലാണ് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് സഹപാഠിയുടെ ചെരുപ്പെടുക്കാൻ കയറിയ 13 വയസ്സുകാരൻ മിഥുൻ മരണപ്പെട്ടത്. ദിലീപ് ദേവസ്യ അവിടെ നിന്ന് ചേരുകയാണ്. ദിലീപ്, മന്ത്രിമാരെത്തിക്കഴിഞ്ഞു അല്ലേ? ക്ലാസ് മുറികളിലേക്ക് അടക്കം മന്ത്രിമാർ എത്തി സന്ദർശനം നടത്തുന്നു. എല്ലാ പ്രമുഖ നേതാക്കന്മാരും ഇരുമന്ത്രിമാരും തേവലക്കര സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അവർ ക്ലാസ് മുറിയിലടക്കം കയറി സന്ദർശിക്കുകയാണ്. അപകടമുണ്ടായത് ആ സ്കൂളിൽ തന്നെയുള്ള സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് സഹപാഠിയുടെ ചെരുപ്പെടുക്കാൻ പോയ കുഞ്ഞിനാണ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. അധികൃതരുടെ അനാസ്ഥയെന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായി പറയാൻ കഴിയുന്ന സംഭവം ഉണ്ടായി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. മന്ത്രിമാർ അവിടെ എത്തി സന്ദർശനം നടത്തുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം അപകടത്തിന്റെ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഇന്നലെ തന്നെ മന്ത്രി ഈ വിഷയത്തിൽ രൂക്ഷമായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്കൂളിലെ മാനേജ്മെന്റിനും പ്രിൻസിപ്പാലിനുമൊക്കെ പിന്നെ എന്താണ് പണി എന്നാണ് ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. ആ സ്കൂളിൽ ഇന്നവർ നേരിട്ടെത്തിയിരിക്കുകയാണ്. അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയാണ്. ദിലീപ് ദേവസ്യ അവിടെ നിന്നും ചേരുന്നു. ദിലീപ്, മന്ത്രിമാർ ഇപ്പോൾ അപകട സ്ഥലം കാണുകയാണോ? തീർച്ചയായിട്ടും റോഷ്നി, മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി ബാലഗോപാൽ എന്നിവരാണ് ഇപ്പോൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിലെ തന്നെ പ്രമുഖരായ മുതിർന്ന CPM-ൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. സ്ഥലം ശാസ്താംകോട്ട DYSP ആണ് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മന്ത്രിക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപകടം നടന്ന ആ സ്കൂളിൻ്റെ തൊട്ട് സൈക്കിൾ ഷെഡിന് താഴെയാണ് ഇപ്പോൾ ഈ മന്ത്രിയടക്കം താഴെ നിൽക്കുന്നത്. ഇതിന് ശേഷം കുട്ടി പഠിച്ച ക്ലാസ് മുറിയിലേക്ക് മന്ത്രിയെ കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നേരത്തെ എത്തുമെന്നുള്ളതായിരുന്നു വിവരം നൽകിയത്. എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധം കണക്കിലെടുത്ത് മറ്റൊരു വഴിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയും ചെയ്തത്. ഇന്നലെ നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വൈദ്യുതി ലൈൻ ഇത്രമേൽ താഴ്ന്നു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ മന്ത്രി ചോദിക്കുകയും ചെയ്തു, ഇവിടുത്തെ അധ്യാപകർക്ക് മറ്റെന്ത് പണി, ഇത് നേരത്തെ കണ്ടിട്ടില്ലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളടക്കം ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ ജില്ലയുടെ മന്ത്രി കൂടിയായ ബാലഗോപാൽ ഒപ്പമുണ്ട്. സ്ഥലം MLA കോവൂർ കുഞ്ഞുമോനുണ്ട്. ഒപ്പം ചിന്താ ജെറോമുണ്ട്. അങ്ങനെ നിരവധി രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിവരങ്ങളെല്ലാം തന്നെ മന്ത്രിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മന്ത്രി പോകുന്നത് മിഥുൻ പഠിച്ച 8ാം ക്ലാസ് ബിയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെയാണ് ഈ ഷെഡിലാണ് മിഥുൻ 8ാം ക്ലാസ് ബിയിൽ പഠിച്ചത്. ഇവിടെ നിന്നാണ് കുട്ടി ചെരുപ്പ് എറിഞ്ഞ് കളിച്ചത്. മറ്റു സഹപാഠികളോടൊപ്പം ചെരുപ്പെറിഞ്ഞ് കളിച്ച സ്ഥലമെല്ലാം തന്നെ ഇവിടെയാണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് ആണ് ഇപ്പോൾ മന്ത്രിയെയും കൊണ്ട് മറ്റ് ആളുകളും അധ്യാപകരും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ആളുകളുണ്ട്. ഒപ്പം ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാവരും തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണ് മന്ത്രിക്ക് 8ാം ക്ലാസ് ബിയിലേക്കാണ് മന്ത്രി ഇപ്പോൾ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ മന്ത്രി കുട്ടി പഠിച്ച സ്കൂളിലേക്ക് ക്ലാസ് മുറിയിലേക്ക് എത്തി എന്നുള്ളത് ഈ ക്ലാസ്സാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള മന്ത്രി ക്ലാസ്സിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അവിടെ അധ്യാപകരും ഒപ്പം തന്നെ CPM-ൻ്റെ പാർട്ടിക്കാരെല്ലാവരും തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി മകൻ പഠിച്ച 8ാം ക്ലാസ് ബിയിലേക്ക്
അതായത് ഈ ക്ലാസ്സിൽ നിന്നാണ് കുട്ടി ചെരുപ്പ് കഴിഞ്ഞ് കളിക്കുകയും തൊട്ട് മുകളിലേക്ക് പോകുകയും ചെയ്തത്. അവിടെ നിന്ന് ചെരുപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മകൻ മുകളിലേക്ക് കയറിയത്. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും അവിടെ വരുന്ന വീഴ്ചകൾ ഇപ്പോൾ എല്ലാം തന്നെ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ശാസ്താംകോട്ട DYSP ഒപ്പം കാര്യങ്ങൾ പറയുന്നുണ്ട്.